ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ റമദാനിലുള്ള എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനാണ്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക, അന്നത്തെ ദിവസം ബിരിയാണി എന്നിട്ട് ഉണ്ടാക്കുന്ന മട്ടനെല്ലാം കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടാണ് പിന്നെയാണ് കേട്ടോ എന്താ പറയുക അൽഹുർ നമസ്കാരവും ഓത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വരുത്ത്. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് അന്നത്തെ ദിവസം. പിന്നെ എല്ലാം റെഡിയായിട്ട് കണ്ടപ്പം വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. കാര്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിന് 2 കിലോ മട്ടൻ ബിരിയാണിൻ്റെ റെസിപ്പി പറഞ്ഞുതരോ ഇത്താന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിപ്പം 1 കിലോൻ്റെ അളവാണ് പറയുന്നത്. അപ്പം നിങ്ങൾ 2 കിലോ ചെയ്യുമ്പം എല്ലാം ഡബിളായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവിൻ നെയ്യില്ലേ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 8 ഉള്ളിയാണ്. 8 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 8 ഉള്ളിയാണ്. 8 ഉള്ളിയിൽ നിന്നും 1 ഉള്ളി ഞാനിതുപോലെ ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം നമ്മൾ സാധാരണ മട്ടൻ ദം ബിരിയാണി ഉണ്ടാക്കുമ്പം പകുതി ഉള്ളി തന്നെ ഫ്രൈ ആക്കി എടുക്കും. അപ്പോൾ വേറൊരു പാത്രത്തിൽ ഫ്രൈ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കുക്കറിൽ തന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ടേസ്റ്റിലൊരു വ്യത്യാസം ഉണ്ടാവില്ല, അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഞാനിതാ 1 ഉള്ളി 1-1.5 ഉള്ളിയോ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഇതിൽ നിന്നും ബാക്കിയുള്ള ഉള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഉള്ളിയിൽ നിന്ന് 1 ഉള്ളി ഞാൻ മാറ്റുന്നുണ്ട്. കാര്യം നമ്മൾ നെയ്ച്ചോറ് വെക്കൂലേ അന്നേരം എടുക്കാൻ വേണ്ടിക്കാണ്. പിന്നെ നമ്മൾ ദം ചെയ്യുമ്പം ഫ്രൈ ആക്കിയത് വേണ്ടേ, അപ്പം നെയ്ച്ചോറ് വെക്കുമ്പോൾ തന്നെ അങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള 1-1.5 ഉള്ളിയോ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തം ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തക്കാളിയും എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് മട്ടനിലിട്ടിട്ട് പെട്ടെന്ന് കുക്കാക്കി എടുക്കുക. എന്നാലും അടിപൊളി ടേസ്റ്റ്, കല്യാണ വീട്ടിൽ അതേ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഉള്ളിയും തക്കാളിയും എല്ലാം വഴന്ന് വന്ന ശേഷം മാത്രം മട്ടൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉള്ളി നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആയിട്ട് വരുന്ന ടൈമിൽ ഞാനിതിലേക്ക് 1.5 ബൾബ് വെളുത്തുള്ളി, ഒരു 4 ഇഞ്ച് വലിപ്പത്തിൽ 4-5 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 10-12 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും സ്മെല്ല് മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മട്ടനാവുമ്പം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇഞ്ചിൻ്റെ അളവ് കുറച്ച് കുറവും വെളുത്തുള്ളിൻ്റെ അളവ് കുറച്ച് കൂടുതലും എന്ന കണക്കിലാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാനിപ്പം ഒരു റമദാൻ പ്രിപ്പറേഷനിൽ ചെയ്തിട്ടില്ലേ, ഫ്രീസ് ചെയ്ത് വെച്ചിട്ടില്ലേ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം, അതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ഒരു 3 തക്കാളി തക്കാളി വലിയ തക്കാളിയാണെങ്കിൽ 3 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 4 തക്കാളിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളിൻ്റെ അളവ് എപ്പോഴും കുറച്ച് മാത്രമേ ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം അതും കൂടി കുക്കായിട്ട് വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ പാത്രങ്ങൾ പാത്രങ്ങൾ അന്നേരം തന്നെ കഴുകിക്കഴിഞ്ഞാൽ നല്ല സിമ്പിളായിരിക്കും കേട്ടോ. നമുക്ക് കിച്ചണിലെ പണി ഭയങ്കര എന്താ പറയുക നല്ലോണം പണിയായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ അത് കുക്കാവുന്ന ടൈമിൽ ഓരോരോ പണികൾ തീർക്കലാണ്, പാത്രമെല്ലാം മൊത്തത്തിൽ കഴുകിയെടുക്കലാണ്. പിന്നെ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് ഇത്താൻ്റെ പാത്രങ്ങൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ, എന്ത് വെച്ചിട്ടാണ് കഴുകൽ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. അപ്പം ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്നെല്ലാം ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിന്. എന്നിട്ടും ഇപ്പോഴും കമൻറ്റ് വരുന്നുണ്ട്. അപ്പം അത് ഞാൻ ലാസ്റ്റ് ഉൾപ്പെടുത്താം കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങിയ പാത്രം എങ്ങനെയുണ്ട് ഇത്താന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്, അതും പറഞ്ഞുതരാം കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ പാത്രം കഴുകലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ബിരിയാണിയെല്ലാം ഉണ്ടാക്കുമ്പം നല്ലോണം പേസ്റ്റായിട്ട് ഉള്ളിയും തക്കാളിയും എല്ലാം വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിതിൽ നല്ലോണം ചെയ്തിട്ടില്ല, എന്നാലും ചിക്കനെല്ലാം ആകുമ്പം ഇതിലും കൂടുതൽ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ മട്ടന് കുറച്ചധികം വേവിക്കണ്ടേ, അപ്പോൾ ഉള്ളിയും തക്കാളിയും നല്ല പേസ്റ്റായിട്ട് വന്നോളും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണ് എന്താ പറയുക ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല പൗഡർ മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തേ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാല പൗഡറാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വേറൊരു പൗഡറും ചേർത്ത് കൊടുക്കണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് പേര് ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാം കമൻറ്റിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഞാൻ ബിരിയാണി മസാല അങ്ങനെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പം ഈ ഒരു ഗരം മസാല പൗഡർ മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തേ. ഇനി ഇതിലേക്ക് ഞാൻ എന്താ പറയുക ഒരു 1/4 കപ്പെല്ലാം തൈരില്ലേ, നല്ല പുളിയുള്ള തൈര്, അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ തക്കാളി അധികം ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് എന്താ പറയുക തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ആദ്യം കുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കണ്ട. കാര്യം മട്ടനും ബീഫെല്ലാം ചെയ്യുമ്പം ബീഫും ഇതുപോലെ തന്നെ ബിരിയാണി വെക്കാൻ പറ്റും കേട്ടോ. സെയിം ഇതേ മെത്തേഡ് തന്നെയാണ്. 8 വിസിൽ വരെ വേവിക്കണം. മട്ടനും ബീഫിനെല്ലാം 8 വിസിൽ വേണം കേട്ടോ. ആ ഒരു ടൈമിൽ മല്ലിയിലെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. ഞാൻ കുറച്ചധികം മല്ലിയില, പുതിനയില കുറച്ച് കുറവ്, കുറച്ച് പുതിനയില മാത്രമേ ഇടും കേട്ടോ. പിന്നെ പുതിനയില ഇടുമ്പോൾ അതിൻ്റെ തണ്ടിടണ്ട. ബിരിയാണീൻ്റെ മസാല നല്ലോണം കറുപ്പടിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് പുതിനയില കുറച്ച് മതി, മല്ലിയില കുറച്ച് അധികം ഇട്ട് കൊടുക്കും. പിന്നെ ഉള്ളി ഫ്രൈ ആക്കുമ്പം നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ മാത്രം ഫ്രൈ ആക്കുക. കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി മൊത്തം കൈപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ആ ഒരു ടൈമിൽ ബിരിയാണീൻ്റെ റൈസ് വെക്കാൻ വേണ്ടിക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 3 ടേബിൾ സ്പൂൺ. പിന്നെ 1 കിലോ മട്ടനിൽ നമുക്ക് 2 കിലോ റൈസിലെല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പം പറഞ്ഞ ഉള്ളി 8 എല്ലാം എടുക്കണ്ടി. ഉള്ളി എടുക്കുമ്പോൾ ഒരു 12-13 ഉള്ളി എടുക്കുക കേട്ടോ. 2 കിലോ റൈസിൽ വെക്കുകയാണെങ്കിൽ ഞാനിപ്പം വെക്കുന്നത് 4 ഗ്ലാസ് അരിയിലാണ്. ഏകദേശം 1.5 കിലോയിലും കുറച്ച് കൂടുതൽ, 1.5 കിലോയിലും കുറച്ച് കുറവുണ്ടാവും കേട്ടോ, കറക്റ്റ് പറയാൻ പറ്റൂല. അപ്പം മട്ടന് എത്രയാണോ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റൈസ് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ മസാല കുറച്ച് കൂട്ടിയും കുറച്ചെല്ലാം ചെയ്തെടുക്കുക. എന്താ പറയുക, മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം, ഞാൻ ഈ പറഞ്ഞതിലും കുറച്ചധികം മസാല എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഗീ ചേർത്ത് കൊടുത്തിട്ടില്ലേ, ഉള്ളിയും കൂടി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ എന്താ പറയുക വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തേ. ഞാനിപ്പം 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ ഗ്ലാസ്. അതേ ഗ്ലാസ്സിൽ തന്നെ 6 ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തേ. നമ്മൾ ഏതൊരു കപ്പിലാണോ എടുക്കുന്നത്, ഏതൊരു ഗ്ലാസ്സിലാണോ എടുക്കുന്നത്, അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിക്കും 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ്. ഞാനിപ്പം കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റും മണവുമാണ് കേട്ടോ കൈമാ റൈസിന്. അപ്പം നല്ല ടേസ്റ്റാണ് ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറാമ്പൂ, പട്ട, ഏലക്ക, 8 ഏലക്ക ചേർത്ത് കൊടുക്കണം. പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 3-4 ഒരു കറാമ്പൂല്ലേ, പിന്നെ ഒരു ചെറിയ പീസ് പട്ട, ഒരു ബേ ലീഫ്, ഒരു സ്റ്റാർ, തക്കോലയില്ലേ, അതെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മുടെ മസാല കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക കേട്ടോ. ചില മട്ടന് പെട്ടെന്ന് കുക്കായിട്ട് വരും, വെന്ത് വരും. അപ്പം ഒരു 7 വിസിലായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക.
അപ്പോൾ ഇതെൻ്റെ മട്ടനെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം മട്ടനിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും കേട്ടോ. ചില ആളിത് മട്ടന് സെപ്പറേറ്റ് വേവിച്ചിട്ട് ആ റൈസോട് എന്താ പറയുക, ആ ഒരു വെള്ളത്തോട് ബിരിയാണി റൈസ് ഉണ്ടാക്കലുണ്ട്. പക്ഷേ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, ബിരിയാണി കാണാനും ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ ചെയ്യലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടന് വെന്ത് കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കലാണ് കേട്ടോ. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിക്ക്. അപ്പോൾ ഇതാ വെള്ളം തിളച്ച ശേഷം ഞാൻ അതിലേക്ക് അരി കഴുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ ആ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് നോക്കട്ടോ. തിളപ്പിച്ചെടുത്ത ശേഷം ആ ബബിൾസ് വരൂലേ, അന്നേരം ഒന്ന് മിക്സ് ആക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെക്കുക. പിന്നെ ഒന്നും മിക്സ് ആക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് കുക്കാവും. ആ ഒരു ടൈമിൽ ഞാൻ തൈരും കൂടി ഉണ്ടാക്കലാണ്. സാധനം എല്ലാം തീർന്നിട്ടുണ്ടായിന് കേട്ടോ, ഉള്ളിയും തക്കാളിയും എല്ലാം തീർന്നിട്ടുണ്ടായിന്. അപ്പോൾ കക്കിരിയൊന്നും ഇല്ല. ഞാനിപ്പം സിമ്പിളായിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും മല്ലിയിലും മാത്രം ഇട്ടിട്ട് കുറച്ച് തൈരെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പം കുറച്ച് തൈരിൽ വെള്ളമെല്ലാം ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ്. അപ്പോൾ ഇത് നമ്മുടെ തൈരും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പം എല്ലാം റെഡിയാക്കി വെക്കലാണ് കേട്ടോ. കാര്യം ഞായറാഴ്ച ദിവസമാണ്, അപ്പോൾ എക്കും കുട്ടികളും എല്ലാവരും ഇല്ല ദിവസമല്ലേ. അപ്പം പണി വേഗം തീർത്ത് കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക, അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പം നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് ഇടയ്ക്കൊന്നും ഇളക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നെയ്ച്ചോറ് അടിപൊളിയായിട്ട് കുക്കായിട്ട് വരും. ഇനിയിപ്പം ദം ചെയ്തെടുക്കലാണ്. മസാല നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം മട്ടന് കുറച്ച് വെന്തതാണെങ്കിൽ വെള്ളം കളഞ്ഞെടുക്കുമ്പം മട്ടന് ഒന്ന് കോരി മാറ്റിയിട്ട് വെള്ളം മാത്രം വറ്റിച്ചെടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മട്ടനും എന്താ പറയുക, ആ ഒരു ഗ്രേവി എല്ലാം വറ്റിച്ചെടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ സാധാ ദം ചെയ്യുന്ന പോലെ ദം ചെയ്തെടുക്കലാണ്. ആദ്യം എന്താ പറയുക, റൈസ് ഇട്ട് കൊടുത്തു. പിന്നെ മസാല, ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മല്ലിയിൽ ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയില്ലേ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിനുള്ളിൽ. ഉള്ളി ഒരിക്കലും കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഒരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റേ മാറിപ്പോവും. ഇനിയിപ്പോൾ ഇത് അതിന് മുകളിലായിട്ട് ഞാൻ റൈസ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കുക. സെയിം ഇതുപോലെ തന്നെ നമുക്ക് ബീഫ് ബിരിയാണിയും ചെയ്തെടുക്കാൻ പറ്റും. ചില ബിരിയാണി ഒരു കറുപ്പടിക്കൂലേ, എന്താ പറയുക, കളറ് ചേഞ്ച് ആയിട്ട് വരൂലേ. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തക്കാളിയെല്ലാം കൂടുതൽ ഇട്ട് കൊടുക്കുന്നതും പിന്നെന്താ മല്ലിയില പുതിനയിലെല്ലാം ആ ഒരു മസാലയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ ബിരിയാണിയിൽ മഞ്ഞൾപ്പൊടി ചേർക്കലില്ല. എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് കല്യാണ വീട്ടിൽ കിട്ടുന്ന അതേ കളറിൽ ബിരിയാണി കിട്ടലാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കലില്ല. പിന്നെ ഒരിക്കലും മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. നല്ല ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഇതാ ഞാൻ കാഷ്യൂനട്ടും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില പുതിനയില എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കലാണ്. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ചിക്കൻ എന്താ പറയുക, മട്ടൻ ദം ബിരിയാണി റെഡിയാവും. ആ ഒരു ടൈമിൽ ഞാൻ കിച്ചണ് മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കലാണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മൾ പാരൻസിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ആക്കി തരാം. കഴിഞ്ഞ 4 വർഷമായിട്ട് UAE, സൗദി, ഖത്തർ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കുട്ടികൾക്ക് ഓൺലൈൻ ഇൻഡിവിജ്വൽ സ്കൂൾ ട്യൂഷൻ നടത്തി നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്ഥാപനത്തെക്കുറിച്ചാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. CBSE ബോർഡ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മളെ പാരൻസിന് പ്രത്യേക ഒരു പേടി തന്നെയാണ്. പേടിയും ടെൻഷനും എല്ലാം അല്ലേ. ഇൻഡിവിജ്വൽ ട്യൂഷൻ നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പം ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് QLive ഇൻഡിവിജ്വൽ ട്യൂഷൻ ക്ലാസ്. കഴിഞ്ഞ 3 വർഷമായിട്ട് 10th-ലെയും 12th-ലെയും ബോർഡ് എക്സാമിന് വളരെ മികച്ച റിസൾട്ടാണ് കേട്ടോ QLiveന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ KG മുതൽ +2 വരെയുള്ള കുട്ടികളുണ്ടാവില്ലേ, അവർക്ക് ഏതൊരു കുട്ടിയാവട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ഇഷ്ടപ്പെട്ട ടീച്ചറോടുകൂടെ പഠിക്കാൻ കഴിയുന്നത് എന്നതാണ് കേട്ടോ QLiveൻ്റെ പ്രത്യേകത. ഗൾഫ് മലയാളികൾക്ക്, പ്രത്യേകിച്ച് UAE പ്രവാസികൾക്ക് അവരുടെ കുട്ടികളെ അറബി പഠിപ്പിക്കാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നെല്ലാം നമുക്കറിയാം. അപ്പം അറബി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിക്ക് KG മുതൽ 6th വരെയുള്ള ഏതൊരു കുട്ടിക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ QLiveലെ പരിചയസമ്പന്നരായ അധ്യാപകർ തയ്യാറാക്കിയ അറബിക് സ്പെഷ്യൽ കോഴ്സും
കോഴ്സ് പഠിക്കുന്നതിലൂടെ 10 മുതൽ 15 മണിക്കൂർ കൊണ്ട് കുട്ടികൾക്ക് മികച്ച രീതിയിലുള്ള റിസൾട്ട് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പം ക്യൂലേവിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്യട്ടോ. എന്തായാലും പാരൻസിന് ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ്, എന്തായാലും ചെക്ക് ചെയ്യട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ക്ലീനാക്കി എടുക്കലാണ്. ബിരിയാണിയെല്ലാം ദം ചെയ്യാൻ വെച്ചില്ലേ, എന്നിട്ട് എല്ലാം കൗണ്ടർ ടോപ്പും കാര്യങ്ങളും എല്ലാം ക്ലീനാക്കി എടുക്കലാണ്. എന്നിട്ട് അതേ സമയം തന്നെ എന്താ പറയുക, അടുപ്പും കൂടി ഒന്ന് തുടച്ചിടും കേട്ടോ. പിന്നെ മൊത്തത്തിൽ എന്താ പറയുക, സ്പോഞ്ച് വെച്ചിട്ടൊന്നും തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ക്ലീൻ തന്നെയാണ്. ജസ്റ്റ് ആ ഒരു ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു എണ്ണ തെറിക്കൂലേ, അത് മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് നമ്മൾ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞാനിപ്പം ബിരിയാണി വെക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബിരിയാണി വെക്കുവാണെങ്കിൽ സ്നാക്കൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. നോമ്പിൻ്റെ ടൈം ഒരുപാട് പേര് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സിൻ്റെ റെസിപ്പിയെല്ലാം കാണിക്കുവിത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ എന്തായാലും കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. നമ്മളിങ്ങനെയാണ് നോമ്പിൻ്റെ ടൈം ഉണ്ടാവുക. പിന്നെ ഇൻഷാ അല്ലാ നാളെ മുതൽ ഇനിയുള്ള വീഡിയോസിൽ സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഇത് അടുപ്പെല്ലാം നല്ലോണം തുടച്ചെടുക്കലാണ്. അപ്പോൾ നമ്മൾ നോമ്പ് മുറിക്കും മുമ്പേ, നോമ്പ് തുറക്കും മുമ്പേ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കിച്ചണ് മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നോമ്പെല്ലാം തുറന്ന ശേഷം ഒരു ക്ഷീണം ഉണ്ടാവില്ലേ, പിന്നെ കിച്ചൺ ക്ലീനിങ് എല്ലാം ഭയങ്കര പണിയായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ക്ലീനാക്കിയ ശേഷം ഞാനിപ്പം ജ്യൂസിനടക്കുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പായ എല്ലാം കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ചെല്ലാം തൊലി കളഞ്ഞിട്ട് ഒരു ബോക്സിലാക്കിയിട്ടോ ഒരു പാത്രത്തിലെല്ലാം ആക്കിയിട്ട് വെക്കും കേട്ടോ. എന്നിട്ടാണ് പിന്നെ ലാസ്റ്റ് ടൈം ഒരു 6 മണിക്കൊന്നല്ല ജ്യൂസ് അടിക്കാൻ വരുത്ത്, ഞാനൊരു 6:15 ആവും കേട്ടോ ജ്യൂസ് അടിക്കാൻ വരാൻ വേണ്ടിക്ക്. അപ്പോൾ എല്ലാം റെഡിയല്ലേ, പിന്നെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിക്കുക മാത്രമല്ലേ ചെയ്യേണ്ടി. അപ്പോൾ കിച്ചണും ക്ലീനാണ്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച ശേഷം ജസ്റ്റ് ആ ഒരു ഗ്ലാസും കാര്യങ്ങളും പ്ലേറ്റും മാത്രമല്ലേ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ അടുപ്പും കൗണ്ടർ ടോപ്പും എല്ലാം വലിച്ചു വാരിയിട്ടുണ്ടാകുമ്പം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിട്ടാണ് എനിക്ക് തോന്നല്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീനാക്കി, നിലത്ത് എന്തെങ്കിലും തെറിച്ചിട്ടുണ്ടെങ്കിൽ നിലവും കൂടി തുടച്ചിട്ടാണ് കേട്ടോ ഞാൻ അപ്പുറത്തേക്ക് പിന്നെ പോക്ക്. അപ്പോൾ ഇതാ എല്ലാ പണിയും കഴിഞ്ഞ ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് ചെടിക്ക് വെള്ളമൊഴിക്കാൻ വേണ്ടിക്ക്. അപ്പം ബോഗൺവില്ലെല്ലാം നല്ലോണം ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടിക്ക്. പക്ഷേ ഗ്രാസില്ലേ മൊത്തത്തിൽ വെയിൽ കാരണം എന്താ പറയുക, കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, അപ്പം മൊത്തത്തിൽ മോശമായിട്ടുണ്ട്. ഗ്രാസും റോസാ ചെടിയും എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ബോഗൺവില്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട അവക്കാഡോ, ഇതിപ്പം ഒരാഴ്ചയായി ഞാൻ വാങ്ങിയിട്ട്. ആദ്യം നോമ്പിൻ്റെ ടൈം വാങ്ങിയത് മൊത്തത്തിൽ പഴുക്കാണ്ട് കറുപ്പടിച്ച് പോയിട്ട് ഒഴിവാക്കിയതാണ്. ഇപ്പോൾ രണ്ടാമത് വാങ്ങിയിട്ടും പഴുത്തിട്ടില്ല കേട്ടോ. അരിയിലിട്ട് വെച്ചിട്ടുണ്ട്, ടിഷ്യൂ എന്താ പറയുക ന്യൂസ് പേപ്പറിൽ പൊതിന് വെച്ചു, എന്നിട്ടൊന്നും ആവുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവക്കാഡോ മാംഗോ ഷേക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇക്കാക്ക് ഇഷ്ടം ഓറഞ്ചാണ്, അതുകൊണ്ട് ഓറഞ്ച് എപ്പോഴും ഉണ്ടാവും. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ ഓറഞ്ച് കഴിക്കാൻ വേണ്ടിക്ക്. ഇക്കാക്ക് ഈ നോമ്പ് 30-നും ഓറഞ്ച് ഉണ്ടാവും. ഞാനിങ്ങനെ പറയലാന്ന്, ഓറഞ്ചിൻ്റെ ഷോപ്പുകാരന് പണക്കാരനാവും. കാരണം അത്രയും ഇക്ക ഓറഞ്ച് ജ്യൂസ് തീരോളം കുടിക്കും കേട്ടോ. എന്താ പറയുക, നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞാലും ത്രാവയ്ക്ക് പോയിട്ട് വന്നാലും എല്ലാം ഓറഞ്ച് ജ്യൂസ് കുടിക്കും. അത്രയ്ക്ക് ഇഷ്ടമൊന്നും കാക്കും. പക്ഷെ എനിക്ക് വലിയ കാര്യമൊന്നുമില്ല ഓറഞ്ച്, എനിക്കിഷ്ടം ഷെയ്ക്ക് ഐറ്റംസ് എല്ലാം ഒന്ന്. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല, അവക്കാഡോ പഴുത്തിട്ടേ ഇല്ല കേട്ടോ. നമ്മൾ വാങ്ങി വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവക്കാഡോ. പാലിൽ കട്ടപ്പാലിൽ അടിക്കൽ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇത് ഓറഞ്ചും കൂടി തൊലികളിന് എടുക്കലാണ്. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലേ, ഞാനിങ്ങനെ തന്നെ ഈ ജ്യൂസ് അടിക്കുക ബിരിയാണി വെക്കുക ഇങ്ങനെ കാണിക്കുമ്പം. അപ്പോൾ എൻ്റെ റമദാനിൽ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് കാണിക്കുന്നത്. പിന്നെ ഈ റമദാൻ്റെ ടൈമിൽ എനിക്ക് ഈ ഓറഞ്ച് തൊലികളിൽ ഭയങ്കര പ്രയാസമില്ല കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് നേരത്തെ ഇങ്ങനെ സെറ്റാക്കി വെക്കും കേട്ടോ. ലാസ്റ്റ് നിമിഷമാകുമ്പോൾ മൊത്തത്തിൽ എന്താ പറയുക, കൗണ്ടർ ടോപ്പും കാര്യങ്ങളും എല്ലാം മോശമാവും. അതുകൊണ്ട് പെട്ടെന്ന് നേരത്തെ തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ.
ഇനിയിപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് നോമ്പ് തുറക്കലാണ്. അപ്പം എന്താ എല്ലാവരെയും കമൻറ്റും കാര്യങ്ങളും എല്ലാം കാണലുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. ലെറ്ററെല്ലാം എഴുതുന്ന പോലെയാണ് കേട്ടോ ഓരോരോ ആൾക്കാർ കമൻറ്റ് ചെയ്തതിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്. നല്ല സന്തോഷമാണ് കേട്ടോ നിങ്ങൾ കമൻറ്റ് വായിക്കുമ്പം. പിന്നെ എല്ലാവർക്കും കമൻറ്റിന് റിപ്ലൈ തരാൻ ടൈമില്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് തരാം. എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, എന്നാലാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമുക്ക് തോന്നാം കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് മോട്ടിവേഷൻ ഉൾപ്പെടുത്തണേ ഇത്താന്നെല്ലാം പറയുന്നുണ്ട്. ഉൾപ്പെടുത്തുക കേട്ടോ. കാര്യം നമ്മൾ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈമല്ലേ നമുക്ക് മോട്ടിവേഷനെല്ലാം പറയാൻ തോന്നാം. ഇപ്പം ഞാൻ കുറച്ച് ബിസിയാണ്, നോമ്പും കാര്യങ്ങളെല്ലാം ആയിട്ട്, അതുകൊണ്ടാണ് കേട്ടോ മോട്ടിവേഷനൊന്നും ഉൾപ്പെടുത്താത്ത. എന്തായാലും ഉൾപ്പെടുത്താം. ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണേ ഇത്താന്നെല്ലാം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്താം. പിന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ എന്താ ചെയ്യേണ്ടി ഇത്താന്നെല്ലാം കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് കേട്ടോ. എല്ലാ കമൻറ്റും വായിക്കലുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നിങ്ങളെ കമൻറ്റ് കാണുമ്പം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റും ലൈക്കും ചെയ്യുക. നിങ്ങൾക്ക് ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യുക. കമൻറ്റ് കാണലുണ്ട്. ഫ്രണ്ട്സിനും എന്താ പറയുക, കസിൻ്റെ മൊബൈലിൽ നിന്നും ഹസ്ബൻഡിൻ്റെ മൊബൈലിൽ നിന്നെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ഇർഫാൻ അത്രയ്ക്ക് ഇഷ്ടമെന്നെല്ലാം കമൻറ്റ് കണ്ടിന് കേട്ടോ. പിന്നെ ആർക്കും റിപ്ലൈ തരാൻ ടൈമില്ലാത്തതുകൊണ്ടാണ്, സോറി. അപ്പോൾ ഇതാ നമ്മൾ നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബിരിയാണി കഴിക്കലാണ്. പിന്നെ ഇങ്ങനെ തന്നെ നിങ്ങൾ മട്ടൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയെല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്താ പറയുക, റെഡിയാക്കി എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ. എടുത്തിട്ട് നീ തിരിച്ചിട്ട്